അക്വപഞ്ചറിൽ വ്യാജനുണ്ടോ? അക്യുപഞ്ചറിൽ വ്യാജനുണ്ട്. അക്യുപഞ്ചർ അല്ലാത്ത അക്യുപഞ്ചറിൻ്റെ കൂടെ മറ്റു പല ചികിത്സകളും ചെയ്യുമ്പോൾ അത് വ്യാജമാവും. എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ചികിത്സാ സംവിധാനം ചൈനയുടെ ചികിത്സാ സംവിധാനമാണ്. അക്യുപഞ്ചറിൽ ഒരു സൂചി കുത്തി ചെയ്യുന്നവരുണ്ട്, 2 സൂചി കുത്തി ചെയ്യുന്നവരുണ്ട്, 4 സൂചി കുത്തി ചെയ്യുന്നവരുണ്ട്, സൂചിയൊന്നും കുത്താതെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം അക്യുപഞ്ചറിൻ്റെ വ്യത്യസ്ത തലങ്ങളിലാണ്. ഒരു രോഗി വന്നാൽ ആ രോഗിയുടെ രോഗങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന നല്ല നല്ല അക്യുപഞ്ചറിസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. അതിലൊരു സൂചി കുത്തിയിട്ട് ചെയ്യുന്നവരുണ്ട്, 2 സൂചി കുത്തിയിട്ട് ബാലൻസ് ചെയ്യുന്നവരുണ്ട്, 4 സൂചി കുത്തിയിട്ട് ബാലൻസ് ചെയ്യുന്നവരുണ്ട്. ഇവരെ എല്ലാം മൾട്ടി ചെയ്യുന്നവർ വ്യാജരാണ്, സിംഗിൾ ചെയ്യുന്നവർ വ്യാജരാണ് എന്നെല്ലാം പറയുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ അടുത്തുണ്ടായ പല വിവാദങ്ങളുടെയും പുറകെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചറിൽ പോയിട്ട് സ്ത്രീ മരണപ്പെട്ടു, ക്യാൻസർ ബാധിച്ച സ്ത്രീ അക്യുപഞ്ചർ ചെയ്തു മരണപ്പെട്ടു എന്നെല്ലാം പറയുമ്പോൾ അക്യുപഞ്ചർ ചെയ്തിട്ടല്ല മരണപ്പെടുക. പലപ്പോഴും അക്യുപഞ്ചറിൽ സൈഡ് എഫക്റ്റ് ഇല്ല. സൈഡ് എഫക്റ്റുള്ള ചികിത്സകൾ ചെയ്തിട്ട് കയ്യബദ്ധങ്ങൾ വെച്ചിട്ട് മരണപ്പെട്ടിട്ടൊന്നും ഈ ആളുകൾക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കയ്യബദ്ധങ്ങൾ കൊണ്ട് മരണപ്പെടുന്നുണ്ട്, ഇനി മരുന്ന് കുടിച്ചിട്ട് തന്നെ മരണപ്പെടുന്നുണ്ട്. അതല്ലാതെ അക്യുപഞ്ചർ ചെയ്തതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല, ആളുകൾ മരണപ്പെടുന്നില്ല. പകരം ഒരു ചികിത്സാ സംവിധാനത്തെ പഠിക്കാതെ ആ ചികിത്സാ സംവിധാനത്തിൻ്റെ ബേസിൽ നിന്നിട്ടല്ലാതെ ചെയ്യുന്ന ചികിത്സകളാണ് പലപ്പോഴും പ്രശ്നമാവാറ്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിലുണ്ടായിരുന്ന പല വിഷയങ്ങളിലും അക്യുപഞ്ചറിനെ ഇല്ലാതാക്കാൻ കേരളത്തിൽ പ്രത്യേകിച്ച് അക്യുപഞ്ചർ എന്ന ഒരു ചികിത്സാ സംവിധാനത്തിലൂടെ ഒത്തിരി ആളുകൾ സ്വന്തമായി മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുന്ന തലത്തിലേക്ക്, സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അവർ മാറിയപ്പോൾ അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മരുന്ന് മാഫിയകൾക്ക്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, മരുന്ന് മാഫിയകൾക്ക് ഒരു ബുദ്ധിമുട്ട് എന്തായാലും തോന്നാതിരിക്കില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വളർന്നാൽ ആർക്കാണോ എഫക്റ്റ് ചെയ്യുന്നത് ആ എഫക്റ്റ് ചെയ്യുന്ന ആളുകൾ എന്തായാലും വെറുതെ ഇരിക്കില്ല. അവരെന്ത് ചെയ്യേണ്ടി വരും, അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ പൊളിക്കാൻ പട്ടിയെ പേപ്പട്ടിയാക്കുന്ന സംവിധാനം അവർ ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണെന്ന് സത്യത്തിൽ അക്യുപഞ്ചറിസ്റ്റുകൾ തന്നെ തിരിഞ്ഞാൽ, അക്യുപഞ്ചറിസ്റ്റുകൾ ഭിന്നത മറന്ന് അവർ ഒന്നിച്ചാൽ, അവർ ആ സമയത്ത് ഞാനാണ് ശരി എന്ന് പറയുന്നതിന് പകരം ഇവിടെ നടത്തുന്ന സംവിധാനങ്ങൾ നടത്തുന്നത് എന്തെന്ന് തിരിയുന്ന അവസ്ഥയിലേക്ക് അക്യുപഞ്ചറിസ്റ്റുകൾ മാറിയാൽ മതി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒത്തിരി അക്യുപഞ്ചർ ചെയ്യുന്ന ഒത്തിരി അക്യുപഞ്ചറിസ്റ്റുകളുണ്ട്. പക്ഷേ അവരെല്ലാം പലപ്പോഴും ഞാനും ഓക്കെയാണ്, മറ്റോനാണ് തെറ്റ് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ വിഘടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളെ കാർന്ന് തിന്നാൻ ഒത്തിരി ആളുകൾ പുറമെ പവർഫുള്ളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ എന്താക്കുന്നു, വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. സിംഗിളാർ തെറ്റാണ്, മൾട്ടിയാണ് ശരി, മൾട്ടി തെറ്റാണ്, സിംഗിളാണ് ശരി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ സിംഗിളും മൾട്ടിയും ഡബിളും എല്ലാം ശരി തന്നെയാണ്. അക്യുപഞ്ചർ ആയിരിക്കണം ചെയ്യണത്. അതിൻ്റെ ഒപ്പം മറ്റു പല സംവിധാനങ്ങളും ചെയ്യുന്നതൊന്നും അക്യുപഞ്ചറല്ല. എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചറിൽ ബോൺ അലൈൻമെൻറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ബോൺ അലൈൻമെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ കൈറോ ഉണ്ടോയെന്ന് വെച്ചാൽ കൈറോ ഇല്ല. അതൊക്കെ മറ്റു പല ചികിത്സകളാണ്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ എനർജിയെ, പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്താൽ ഏത് രോഗവും മാറും എന്നുള്ള സയൻസ്. ആ സയൻസിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു സൂചി കുത്തിയിട്ട് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ അത് മതി, 2 സൂചി കുത്തിയിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ അത് മതി. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഒറിജിനൽ ഏതാണ് എന്ന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു അക്യുപഞ്ചറിസ്റ്റ് നിങ്ങളുടെ രോഗം കേട്ടിട്ട് ആ രോഗത്തിനനുസരിച്ചിട്ട് സൂചികൾ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ സത്യത്തിൽ അക്യുപഞ്ചറിസ്റ്റ് അല്ല. നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം നിങ്ങളുടെ പൾസ് നോക്കിയിട്ടോ നിങ്ങളുടെ ടങ് നോക്കിയിട്ടോ അല്ലെങ്കിൽ കണ്ണ് നോക്കിയിട്ടോ ഫേസ് നോക്കിയിട്ടോ, ഫേസ് ഡയഗ്നോസിങ്, ടങ് ഡയഗ്നോസിങ്, ഐ ഡയഗ്നോസിങ്, പൾസ് ഡയഗ്നോസിങ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരിയധികം ഡയഗ്നോസിങ് സിസ്റ്റങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ രോഗവിവരങ്ങളുടെ ആ എണ്ണത്തിനനുസരിച്ചിട്ട് സൂചി കുത്തുന്ന ഒരു സംവിധാനം സത്യത്തിൽ അത് അക്യുപഞ്ചറിൻ്റെ കുറഞ്ഞ ഗ്രേഡാണ്. അത് മോശമാണെന്ന് ഞാനെപ്പോഴും പറയില്ല, കുറഞ്ഞ ഗ്രേഡാണ്. കാരണം ലക്ഷണത്തിനുള്ള ചികിത്സയാണ് അതിൽ നടക്കുക. റൂട്ട് കോസിനുള്ള ചികിത്സ നടക്കുമ്പോൾ ഒരു രോഗി വന്നാൽ ആ രോഗിയുടെ കാരണം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട്, ആ രോഗിയുടെ രോഗത്തിൻ്റെ കാരണം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് ചികിത്സിക്കുന്ന ചികിത്സകളാണ് സത്യത്തിൽ അക്യുപഞ്ചർ. അപ്പോൾ അതിൽ അക്യുപഞ്ചർ അല്ലാത്ത വേറെ ഒന്നും അയാൾക്ക് എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വേറെ ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. അക്യുപഞ്ചർ, പ്യുവർ അക്യുപഞ്ചർ മാത്രം ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ദിവസം ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തുകൊണ്ടോ 10 ദിവസം അടുപ്പിച്ച് ചെയ്തുകൊണ്ടോ 21 ദിവസം അടുപ്പിച്ച് ചെയ്തുകൊണ്ടോ അങ്ങനെ വ്യത്യസ്തങ്ങളായ സിസ്റ്റങ്ങൾ ചെയ്യും. പക്ഷേ
പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്യുന്ന സിസ്റ്റം ആര് ചെയ്യുന്നു അതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്, സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥമായ ചികിത്സകൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നിങ്ങളുടെ താൽക്കാലിക വേദനകളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന, ചിലപ്പോൾ ചെല്ലുമ്പോൾ തന്നെ 2 ഹിജാമ ചെയ്തേക്കാൻ പറഞ്ഞു. 2 ഹിജാമെന്ന് ഞാൻ കൂട്ടി പറഞ്ഞതാണ്, 1 ഹിജാമ പറയാറ്. അപ്പോൾ 2 ഹിജാമ ചെയ്യാൻ പറഞ്ഞു. സത്യത്തിൽ അതിൻ്റെ ഒന്നും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. ഹിജാമ ചെയ്യണവർ ചെയ്തോട്ടെ എന്നാണ് നല്ല അക്യുപഞ്ചറിസ്റ്റുകൾ പറയാം. പകരം ഹിജാമ ചെയ്യേണ്ട അവസ്ഥകളുണ്ടാവും, ആ അവസ്ഥ വരുമ്പോൾ ചെയ്തോ. പക്ഷേ നല്ലൊരു അക്യുപഞ്ചറിസ്റ്റിന് ഒരു നീഡിലുണ്ടെങ്കിൽ അത്യാവശ്യം ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി 2 നീഡിലുകൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് 10 നീഡിലുകൊണ്ടാണ് ബാലൻസ് ചെയ്യാൻ പറ്റുക, അവർ 10 നീഡിലുകൊണ്ട് ബാലൻസ് ചെയ്യട്ടെ. ചില ആളുകൾക്ക് 1 നീഡിലുകൊണ്ടാണ് ബാലൻസ് ചെയ്യാൻ പറ്റുക, അവർ 1 നീഡിലുകൊണ്ട് ബാലൻസ് ചെയ്യട്ടെ. അതിൽ ആരാണ് കഴിവുള്ളവൻ എന്ന് സമൂഹമാണ് വിലയിരുത്തേണ്ടത്. അപ്പം അക്യുപങ്ചറിൽ സത്യത്തിൽ വ്യാജൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാ അക്യുപഞ്ചറിസ്റ്റുകളും നല്ലവർ തന്നെയാണ്. പക്ഷേ ചികിത്സ അറിയാതെ ചെയ്യുന്നവരൊക്കെ വ്യാജരാണ്. അത് അക്യുപഞ്ചറിസ്റ്റിൽ മാത്രമല്ല, അത് ലോകത്തുള്ള ഏത് ചികിത്സാ സംവിധാനത്തിലും വ്യാജന്മാരുണ്ട്. അത് ഒരു സൂചിയുടെ എണ്ണം നോക്കിയിട്ട് അവരെ വ്യാജെന്ന് പറയരുത്. കാരണം ഒരു സൂചി ചെയ്യുന്നവരൊക്കെ വ്യാജന്മാരാണ്, അല്ലെങ്കിൽ 2 സൂചി ചെയ്യുന്നവരൊക്കെ വ്യാജന്മാരാണ്, അല്ലെങ്കിൽ സൂചി ചെയ്യാത്തവർ വ്യാജന്മാരാണെന്ന് പറയരുത്. കാരണം അക്യുപഞ്ചറിൻ്റെ ബേസ് ചെയ്തിട്ട് ആരെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ആരെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ അവരൊക്കെ യഥാർത്ഥ ചികിത്സകർ തന്നെയാണ്.